അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശുദ്ധ റമളാൻ ഇന്ന് 4ാമത്തെ നോമ്പിലാണ് ഉള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട റമളാനിലെ ദിവസം വെള്ളിയാഴ്ചയിലാണ് നമ്മളൊക്കെ ഉള്ളത്. സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ച ദിവസമാണ്. ഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ പെരുന്നാൾ ദിവസവുമാണ് വെള്ളിയാഴ്ച ദിവസം. അത് റമളാനിലെ വെള്ളിയാഴ്ചയാകുമ്പോൾ പ്രാധാന്യം ഒന്നുകൂടെ വർദ്ധിക്കും. ഇന്നലെ നമ്മൾ ഓർമ്മപ്പെടുത്തിയത് ലഅല്ലക്കും തത്തഖൂൻ എന്ന വാക്കിൻ്റെ വിശദീകരണമാണ്. തഖ്വയുള്ളവരാവാൻ വേണ്ടിയിട്ടാണ് നോമ്പ് നിർബന്ധമാക്കിയത് എന്ന അതൊരു വലിയ സബ്ജക്റ്റാണ്. തഖ്വ അത് പരീക്ഷ എഴുതി നേടിയെടുക്കേണ്ടതല്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ജീവിച്ച് കാണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ പ്രിയപത്നി കൊടുത്ത മറുപടി ഖുലുഖുഹു അൽ ഖുർആൻ, നബിയുടെ സ്വഭാവം അത് ഖുർആൻ ആണ് എന്ന് വെച്ചാൽ ഖുർആനിൽ എന്തെല്ലാം ആജ്ഞകളുണ്ടോ അത് മുഴുവനും അവിടുന്ന് പ്രാക്ടിക്കലായി ജീവിച്ച് കാണിച്ചു കൊടുത്തു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. പറയുന്നതിനേക്കാളും എഴുതുന്നതിനേക്കാളും മറ്റൊരാളുടെ മനസ്സിൽ ഇടം നേടുന്നതാണ് പ്രവൃത്തി. പറഞ്ഞ് മറ്റൊരാളെ ബോധ്യപ്പെടുത്തുന്നതിനേക്കാളും എഴുതി മറ്റൊരാളെ തെര്യപ്പെടുത്തുന്നതിനേക്കാളും അത് മറ്റൊരാളിൽ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം നാം അത് ചെയ്ത് കാണിക്കുക എന്നതാണ്. ഖന്തഖിന് കുഴിയെടുക്കുമ്പോൾ മാറി നിന്ന് സ്വഹാബികളോട് കുഴിയെടുക്കാൻ ആജ്ഞാപിക്കാത്ത നേതാവാണ് നമ്മുടെ നേതാവ്. ആദ്യം മുണ്ടെടുത്തുകൊണ്ട് സ്വന്തം കൈകളിൽ പിക്കാസേന്തി കുഴിയെടുക്കാൻ വേണ്ടി കിടങ്ങിലേക്ക് ഇറങ്ങി. ഇത് കണ്ടപ്പോൾ സ്വഹാബത്തും ഇറങ്ങി. ഇതാണ് സമരമുഖങ്ങളിൽ അണികളെ വിട്ട് നേതാക്കന്മാർ അവരുടെ ഡ്രസ്സുകളിൽ കറപുരളാതെ സൂക്ഷിക്കുന്ന നേതാവായിരുന്നില്ല ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ധർമ്മസമരമുഖത്ത് മുഴുവനും ഹബീബിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. എന്താ കാരണം? പറയുന്നതിലല്ല മറ്റൊരാൾ നമ്മെ ആകർഷിക്കുക, നാം ചെയ്ത് കാണിക്കുമ്പോഴാണ്. അതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഖുലുഖുഹു അൽ ഖുർആൻ, നബിയുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു. അതിനൊരുപാട് സംഭവങ്ങൾ ഇന്നലെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു നമുക്ക് ഹറാമാക്കിയ ഒരു കാര്യം അത് നമ്മൾ ഒഴിവാക്കിയാൽ അതിനു പകരം അതിനേക്കാൾ ഖൈറായ എന്തെങ്കിലും അള്ളാഹു നമുക്ക് നൽകും. നമ്മളെപ്പോഴും ദുആ ചെയ്യാറുള്ളതാണ് വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ, അള്ളാഹുവേ ഞങ്ങളെ നീ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണമേ. ആരാ മുത്തഖീങ്ങൾ? ജീവിതത്തിൽ നിന്ന് സർവ്വ ഹറാമും ഒഴിവാക്കി ജീവിച്ചവർ. വാക്കിലും പ്രവൃത്തിയിലും ഇടപാടിലും ഏതെല്ലാം നിഖില മേഖലകളിലും ഹറാമുകൾക്ക് സ്ഥാനം കൊടുക്കാത്ത മുത്തഖീങ്ങൾ, അവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കണമേ എന്ന്. ഇത് രഹസ്യത്തിലും പരസ്യത്തിലും ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലായ്പ്പോഴും ചെയ്യാറുള്ള ചില ദുആകൾ ഹദീസുകളിൽ കാണാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ദുആണ് അല്ലാഹുമ്മ ജഅൽ സരീറതന ഖൈറൻ മിൻ അലാനിയതിന വജ്അൽ അലാനിയതന സ്വാലിഹാ. ഓരോ മുഅ്മിനും പതിവാക്കേണ്ട ദുആണത്. അല്ലാഹുമ്മ ജഅൽ സരീറതന ഖൈറൻ മിൻ അലാനിയതിന വജ്അൽ അലാനിയതിന സ്വാലിഹാ. അല്ലാഹുവേ, ഞങ്ങളുടെ പരസ്യമായ ഞങ്ങളുടെ പ്രവൃത്തികൾ അത് ഞങ്ങളുടെ രഹസ്യ ജീവിതത്തേക്കാൾ ഖൈറാക്കണം. മറ്റുള്ളവർ കാണുമ്പോൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. എന്തേ അവനത് ചെയ്തത്? അതൊരു പക്ഷേ
ദീനിൽ മതത്തിൽ അനുവദിക്കപ്പെട്ടേക്കാം എന്ന് തോന്നാൻ പാടില്ല. അതൊരു പക്ഷേ രഹസ്യ ജീവിതത്തിൽ വന്നേക്കാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത ആ ദുആഇൻ്റെ ബാക്കിയിൽ പറയുന്നു, വജ്അൽ അലാനിയതന വജ്അൽ സരീറതന സ്വാലിഹ, ഞങ്ങൾ അല്ലാഹുമ്മ ജ്അൽ സരീറതന ഖൈറൻ മിൻ അലാനിയതിന, അങ്ങനെയാണ് ഞങ്ങളുടെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തേക്കാൾ ഞങ്ങൾക്ക് ഖൈറാക്കി തരണം. എന്ന് വെച്ചാൽ ആളുകൾ കാണുമ്പോൾ നമ്മളൊക്കെ മുത്തഖീങ്ങളാവും, തഖ്വയുള്ളവരാവും. ആളുകൾ കാണുമ്പോൾ നമ്മൾ വറഉള്ളവരാവും, സൂക്ഷ്മതയുള്ളവരാവും. അത് പോരാ, ആളുകൾ കാണുമ്പോൾ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ നമുക്കുള്ളതിനേക്കാൾ തഖ്വയും വറഉം ഞങ്ങൾക്ക് ഞങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ നൽകണമേ. ഞങ്ങളുടെ ഇടപാടിൽ, ഞങ്ങളുടെ ബെഡ്റൂമുകളിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകൾ പബ്ലിക്കല്ലാതെ ഞങ്ങളുടെ രഹസ്യമായ കാര്യങ്ങളുണ്ടോ അവിടെയൊക്കെ ഞങ്ങൾക്ക് പരസ്യത്തിൽ ഞങ്ങൾ എങ്ങനെയാണോ അതിനേക്കാൾ ഞങ്ങളെ നീ നന്നാക്കി തരണമേ. വജ്അൽ അലാനിയതന സ്വാലിഹ, അതിൻ്റെ ബാക്കി ഞങ്ങളുടെ പരസ്യ ജീവിതം അത് സ്വാലിഹാക്കി തരുകയും ചെയ്യണമേ. ഇതാണൊരു മുഅ്മിൻ പതിവാക്കേണ്ട ദുആ. റമളാൻ നോമ്പ് നാം പിടിച്ചൊരു മുഅ്മിനിന് ഉണ്ടാവേണ്ടത് വിശപ്പല്ല, ദാഹമല്ല, ക്ഷീണമല്ല, ഏതെങ്കിലും ആരോഗ്യ ഗുണങ്ങൾ മാത്രമല്ല, അവൻ്റെ ആത്മീയമായ ചൈതന്യം അത് നിലനിർത്താൻ കഴിയണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഖുർആൻ പറഞ്ഞ ലക്ഷ്യം, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറുക. ഒരു മനുഷ്യൻ ജീവിതത്തിൽ നിന്ന് ഹറാം ഒഴിവാക്കിയാൽ, ഒരുപക്ഷെ ആ ഹറാം അവനെടുത്താൽ അവനൊരു പക്ഷേ ഭൗതിക ലോകത്ത് എന്തെങ്കിലുമൊക്കെ പ്രയോജനപ്പെടാം. താൽക്കാലികമായ കാര്യങ്ങളിൽ നിന്ന് അവന് രക്ഷ നേടാം, അവനത് പ്രയോജനപ്പെടാം. പക്ഷേ മഹാന്മാരായ പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം, ഒരാൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഒരു ഹറാമിനൊഴിവാക്കിയാൽ അതിനേക്കാൾ ഖൈറായ മറ്റൊന്ന് അള്ളാഹുവിന് നൽകും. നമുക്ക് എവിടെ നിന്നെങ്കിലും വീണ് കിട്ടി 1,00,000 രൂപ, നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടമാണ്. നാം ആ 1,00,000 രൂപ വീണ് കിട്ടിയതെടുത്താൽ അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവാം. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ 1,00,000 അതിൻ്റെ അവകാശികൾക്ക് പരസ്യം ചെയ്ത് ഞാൻ എത്തിച്ചാൽ എനിക്ക് അല്ലാഹു അതിലേറെ വലിയ പ്രതിഫലം എനിക്ക് അല്ലാഹു നൽകും. ആ ഒരു ചിന്തയിലേക്ക് മുഅ്മിൻ എത്തണം. നൽകുമെന്ന് പറഞ്ഞാൽ അല്ലാഹു നൽകുക തന്നെ ചെയ്യും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ഒരാൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ, ഹറാമുകൾ ചെയ്യാതെ, ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് അനുവദിക്കപ്പെട്ടത് മാത്രം ചെയ്തുകൊണ്ട് ഒരാൾ ജീവിച്ചാൽ യജ്അൽ ലഹു മഖ്റജ, അവൻ്റെ കടമായാലും അവൻ്റെ ഏതു പ്രതിസന്ധിയായാലും അതിനെ മറികടക്കാനുള്ളൊരു പരിഹാരമാർഗം യജമാനനായ അല്ലാഹു അവന് നൽകും. ഇത് അല്ലാഹുവിൻ്റെ ഉറപ്പാണ്. അതുകൊണ്ട് മുഅ്മിൻ അങ്ങനെ ഒരു രീതിയിലേക്കാണ് ഇതാക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ധരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹുമൈദ് ബിൻ ഹിലാൽ റളിയല്ലാഹു അൻഹു തൻ്റെ ജനതയിലെ ഒരു അറാബിയായ മനുഷ്യൻ പറയുന്നൊരു സംഭവത്തെ ഉദ്ധരിക്കുന്നത് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ആ അറാബി പറയുന്നു, അറാബി എന്ന് പറഞ്ഞാൽ വനവാസം ചെയ്യുന്നയാൾ, ആദിവാസികൾ എന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന, കൂടുതൽ അറിവോ സംസ്കാരമോ ഇല്ലാത്ത, ജനങ്ങളുമായി ഇടപഴക്കങ്ങളില്ലാത്തയാൾ, ഇങ്ങനെ മലമിടുക്കുകളിൽ കഴിയുന്ന ഒരു അറാബി അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയാം. അത്തൈത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ യഖ്തുബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരിക്കൽ നബിതങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. ഫഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ നബിയോട് പറഞ്ഞു, ഓ നബിയെ, അല്ലിംനി, എനിക്ക് ഏതാനും ഇൽമ് അറിവുകൾ അവിടുന്ന് പകർന്നു തരണം, ഏതാനും കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഫദക്കറൽ ഹദീസ്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഒരുപാട് ഹദീസുകൾ എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നു. ആ അറാബിയാണ് പറയുന്നത്, ഖാല വകാന ഫീ ആഖിരി മാ ഹഫിൽതു, അദ്ദേഹം പറയുന്നു, അന്നെനിക്ക് ഓർമ്മയുള്ളതിൽ നിന്ന്, നബിതങ്ങൾ പറഞ്ഞ വാക്കുകളിൽ നിന്ന് എനിക്ക് ഓർമ്മയുള്ളതിൽ നിന്ന് ഏറ്റവും അവസാനത്തെ വാക്കേതാ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാല, നബിതങ്ങൾ പറഞ്ഞു, ഇന്നക ലൻ തദഅ ശൈഅൻ ഇത്തിഖാ അല്ലാഹി ഇല്ലാ അബ്ദലകല്ലാഹു ബിഹി
മാ ഹുവ ഖൈറും മിൻഹു. ഓ നീ ഒരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ ഹബീബ് ആ പ്രസംഗത്തിനിടയിൽ എൻ്റെ ചെറിയ ഒരാവശ്യം എനിക്ക് നിറവേറ്റി തന്നുകൊണ്ട് പറഞ്ഞു, നീ ഒരു കാര്യം മനസ്സിലാക്കണം, പിന്നെ മാ ഇന്നക ലൻ തദഅ ഷൈഅൻ ഇത്തിഖാ അല്ലാഹി, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് നീ ഒരു കാര്യവും ഉപേക്ഷിക്കില്ല, ഒഴിവാക്കില്ല. ഇല്ല അബ്ദലക്കല്ലാഹു ബിഹി മാ ഹുവ ഖൈറും മിൻഹു, നീ ആ ഒഴിവാക്കിയത് എന്താണോ അതിനേക്കാൾ ഖൈറായ ഉത്തമമായ മറ്റൊരു കാര്യം അള്ളാഹു നിനക്ക് നൽകിയിട്ടല്ലാതെ. അതുകൊണ്ട് താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി ഹറാമിൻ്റെ ഒരു മുതലും നീ എടുക്കരുത്. താൽക്കാലിക ശമനത്തിന് വേണ്ടി ഹറാമിൻ്റെ ഒരു ഭക്ഷണവും നീ കഴിക്കരുത്. അത് നീ കഴിക്കാതിരുന്നാൽ, ആ സമ്പത്ത് നീ ദുർവിനിയോഗം ചെയ്യാതിരുന്നാൽ അതിനേക്കാൾ ഖൈറായ ഏതെങ്കിലും ഒന്ന് നല്ലൊരു മാർഗത്തിലൂടെ അള്ളാഹു നിനക്ക് എളുപ്പമാക്കി തരും. അതാണ് അന്ന് എൻ്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്ന ഏറ്റവും അവസാനത്തെ വസിയത്ത്, ഇൽമിൻ്റെ ഭാഗം, അധ്യായം എന്ന് അഅറാബി പറയുകയുണ്ടായി. ഇതാണ് ഒരു മുഅ്മിൻ ചിന്തിക്കേണ്ടത്. നമുക്ക് ഒരു ഹറാമായത് എടുത്താൽ ആശ്വാസമെന്ന് തോന്നുമെങ്കിലും നാളെ ആഖിറവും പോയി ദുന്യാവിലും അത് ഉപകരിക്കുകയില്ല. അനധികൃതമായത് എന്തെടുത്താലും ഹദീസിൽ കാണാം, അത് നമുക്ക് കൂടുതലായി ഉപയോഗിക്കാൻ കഴിയില്ല. ഏതെങ്കിലും രീതിയിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗത്തിൻ്റെ പ്രയോജനം നമുക്ക് ലഭിക്കില്ല. 1,00,000 രൂപ നമ്മൾ മറ്റൊരാളുടേത് കവർച്ച ചെയ്താൽ ആ 1,00,000 പകരം ഒരുപക്ഷെ 2 3 ഇരട്ടി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഅറാബിയോട് പറഞ്ഞ ഉപദേശം വളരെ ശ്രദ്ധേയമാണ്. അഅറാബിയോട് പറഞ്ഞു, നിനക്ക് ഹറാമ്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടൊരു ഹറാമ് നീ ഒഴിവാക്കിയാൽ തീർച്ചയായിട്ടും അതിനേക്കാൾ ഖൈറായ മറ്റൊന്ന് അള്ളാഹു നിനക്ക് പകരം തരുന്നതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു തഖ്വയുടെ ഒരു ഭാഗമാണ് തഖ്വയും സൽസ്വഭാവവും. ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയാണ് സ്വഭാവദൂഷ്യം, കൂട്ടുകാരനിൽ നിന്നുള്ള സ്വഭാവദൂഷ്യം. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താവിൽ നിന്നോ ഭർത്താവ് ഭാര്യയിൽ നിന്നോ നേരിടുന്ന സ്വഭാവദൂഷ്യം, അതേപോലെ യജമാനനിൽ നിന്ന് പ്രജയും പ്രജയിൽ നിന്ന് യജമാനനും നേരിടുന്ന സ്വഭാവദൂഷ്യം. ഇങ്ങനെ നാം പെരുമാറുന്ന ഇടപഴകുന്ന മേഖലകളിൽ പരസ്പരം ഉണ്ടാകുന്ന സ്വഭാവദൂഷ്യങ്ങൾ, അയൽവാസികളിൽ നിന്ന് നേരിടുന്ന ദ്രോഹങ്ങൾ, നാം അയൽവാസിക്ക് കൊടുക്കുന്ന സ്വഭാവദൂഷ്യങ്ങൾ, ഇതൊരു മുഅ്മിൻ പാടെ ഒഴിവാക്കണം. അത് തഖ്വയുടെ ഭാഗമാണ്, തഖ്വയുള്ളൊരു മുഅ്മിനിൻ്റെ ഭാഗമാണ്. നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു എന്നതുകൊണ്ട് മാത്രം സ്വർഗപ്രവേശനം സാധ്യമല്ല. മദീനയിലൊരു പെണ്ണിൻ്റെ ചരിത്രം നമുക്കിങ്ങനെ വായിക്കാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബികൾ വന്നിട്ട് ഒരു പെണ്ണിൻ്റെ മരണറിയിപ്പ് നടത്തുകയാണ്. ഇന്ന സ്ത്രീ മരിച്ചു. ഏതാണ് ആ പെണ്ണ്? മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം ആ പെണ്ണിനെക്കുറിച്ച് നല്ല പേരാണ്. ആ പെണ്ണ് നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, ആളുകൾ കാണേ ദിക്റ് ചൊല്ലി ജപമാല കയ്യിലേന്തി നടക്കുന്ന നല്ലൊരു പെണ്ണാണ്. ആളുകൾ പൊതുവെ ആ സ്ത്രീയെക്കുറിച്ച് പറയാറ് അതാണ്, എത്ര നല്ലൊരു പെണ്ണ്, ഒരു ബീവിയാണെന്നോ മറ്റോ എന്നൊക്കെ പറഞ്ഞ് നല്ല കൊട്ടിഘോഷം നടത്തിയിരുന്ന, അങ്ങനെ അറിയപ്പെട്ടിരുന്നൊരു പെണ്ണാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിൻ്റെ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി വന്നില്ല. സ്വഹാബത്തുൽ കിറാം മയ്യിത്ത് ഖബറടക്കിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്നിട്ട് പറഞ്ഞു, ഇത്രയും പ്രശസ്തമായൊരു നല്ല വനിത, നല്ല സ്ത്രീ മരണപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് മരണാനന്തര ചടങ്ങിൽ അവിടുന്ന് പങ്കെടുക്കാത്തത്? സ്വഹാബത്ത് മുഴുവനും ഈ പെണ്ണിൻ്റെ നന്മ പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അവിടുത്തെ തിരുമൊഴിയിൽ നിന്ന് വന്നത് സ്വഹാബ ഹിയ ഫിന്നാർ, ആ പെണ്ണ് നരകത്തിലാണ് എന്നതാ. പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പവും ആ പെണ്ണിനില്ല. നിസ്കാരത്തിൽ ഉഷാറാണ്, മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ ഉഷാറാണ്, ദിക്റ് ചെല്ലുന്നതിലും തഖ്വയിൽ അധിഷ്ഠിതമെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ജീവിക്കുന്ന പെണ്ണുമാണ്. പക്ഷേ ഹബീബിൻ്റെ
ആ പെണ്ണിനെക്കുറിച്ചുള്ള പരാമർശം കേട്ട് സ്വഹാബത്ത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. എന്തായിരുന്നു ആ പരാമർശം? ഹിയ ഫിന്നാർ, ആ പെണ്ണ് നരകത്തിലാണ്. എന്താ കാരണം? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് പറഞ്ഞു കൊടുത്ത കാരണം ഒന്നാണ്. അതെന്താ? ആ പെണ്ണ് അയൽവാസികൾക്ക് ദ്രോഹം ചെയ്യുന്നവളായിരുന്നു എന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഒരാൾക്കും ദ്രോഹമില്ലാതെ നമുക്കിവിടെ ജീവിച്ച് മരണപ്പെട്ടു പോവാൻ കഴിയുമെങ്കിൽ അതാണ് നാം ഈ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ. ആരെയും നാം മനസ്സാ വാചാ കർമ്മണ വേദനിപ്പിക്കേണ്ട, ആരോടും നാം പകവീട്ടേണ്ട, ആരെയും നാം ദ്രോഹിക്കേണ്ട. അതാണ് തഖ്വ. നിങ്ങൾ നിസ്കാരവും ദിക്റും മറ്റു കാര്യങ്ങളും നിർബന്ധവും ഐച്ഛികമായത് ചിലതും മാത്രമെടുത്ത് ജീവിക്കുന്ന ഒരു മുഅ്മിനാണെങ്കിൽ പോലും നിനക്ക് സ്വർഗപ്രവേശനമുണ്ട്. പക്ഷേ നിൻ്റെ സ്വഭാവം നന്നാവണം, നിൻ്റെ സ്വഭാവം നന്നാവണം. ആ സ്ത്രീയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഹിയ ഫിന്നാർ, ആ പെണ്ണ് നരകാവകാശികളിൽപ്പെട്ടയാളാണ്. കാരണമെന്തേ? ആ പെണ്ണ് അയൽവാസികൾക്ക് ദ്രോഹം ചെയ്യുന്നു. ഇത് നമ്മൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ കരുതും നിസ്കരിക്കുന്ന ഒരു ഹാജിയാർ അയാളുടെ കടയിൽ ഉള്ള ഒരു ജോലിക്കാരനോട് അപമര്യാദയായി പെരുമാറിയാലും, അല്ലെങ്കിൽ പള്ളി പരിപാലന സമിതിയിൽപ്പെട്ട ആളുകൾ അവർ തൻ്റെ കീഴിൽ തൻ്റെ സ്ഥാപനങ്ങളിൽ, ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ, ബിസിനസ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൻ്റെ പ്രജകളോട് നല്ല രീതിയിൽ പെരുമാറിയില്ലെങ്കിലും എൻ്റെ നിസ്കാരവും എൻ്റെ പള്ളി പരിപാലനവും മാത്രം മതി എനിക്ക് സ്വർഗത്തിലേക്ക് എത്താൻ എന്ന് നമ്മളാരും തെറ്റിദ്ധരിക്കരുത്. സൽസ്വഭാവമാണ് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. ദേഷ്യം പിടിക്കുമ്പോൾ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ഗുസ്തിയിൽ തൻ്റെ ശത്രുവിനെ പരാജയപ്പെടുത്തുന്നവനേക്കാൾ ശക്തനെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ദേഷ്യം വരുമ്പോൾ നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ കഴിയണം, നമ്മെ നിയന്ത്രിക്കാൻ കഴിയണം. മറ്റൊരാളുടെ മൂക്കിനു നേരെ കൈനീട്ടുന്നതിനു പകരം 3 വിരൽ നമ്മിലേക്ക് വന്നത് നമ്മുടെ ബോഡിയെ നിയന്ത്രിക്കാനാവണം. അതിന് കഴിയില്ലെങ്കിൽ അവനാണ് ഏറ്റവും വലിയ പരാജിതൻ. അതുകൊണ്ട് സൽസ്വഭാവിയായി മാറാൻ ഓരോ മുഅ്മിനും ഈ വിശുദ്ധമായ റമളാൻ ഒരു നല്ല അവസരമായി കാണാം. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, സുഇലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്കൊരു ചോദ്യം വന്നു. എന്താ ചോദ്യം? മാ അക്സറു മാ യുദ്ഖിലുൻ നാസൽ ജന്ന, നബിയെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് സ്വർഗപ്രവേശനം കിട്ടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തഖ്വല്ലാഹ്, ഒന്ന് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നോമ്പിൻ്റെ പരമലക്ഷ്യം തഖ്വയാണ്. അതാണ്, ആ തഖ്വയാണ് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന ഒന്നാമത്തേത്. രണ്ടാമത്തേത് പറഞ്ഞു വഹുസ്നുൽ ഖുൽഖി, സൽ സ്വഭാവം നന്നാവുക. ദുൽവജ്ഹൈനിയാവാൻ പാടില്ല, ഇരട്ടമുഖമുള്ളവനാവാൻ പാടില്ല. മറ്റൊരാൾ കാണുമ്പോൾ ഒരു സ്വഭാവവും അവൻ്റെ അസാന്നിധ്യത്തിൽ മറ്റൊരു സ്വഭാവവും. ഒരാളെ കാണുമ്പോൾ മുഖത്ത് ചിരിപടർത്തുകയും അയാളിൽ നിന്ന് അകലുമ്പോൾ അയാൾ ഏതറ്റം വരെ പോയി ദ്രോഹിക്കാൻ പറ്റുമോ ആ അറ്റം മുഴുവനും പോയി ദ്രോഹിക്കാനുള്ള ചെയ്തികളിലുമാണെങ്കിൽ അവൻ സൽസ്വഭാവിയല്ല. മിന്നുന്നതെല്ലാം പൊന്നല്ല, അത് പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത് യഥാർത്ഥത്തിലുള്ള സൽസ്വഭാവത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറണം. എന്നിട്ട് ഖാല, രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ഫമാ വഅക്സറു മാ യുദ്ഖിലുൻ നാസ അന്നാർ, സ്വർഗപ്രവേശനത്തിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്ന 2 കാര്യങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു. തഖ്വല്ലാഹി വഹുസ്നുൽ ഖുൽഖി, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, സ്വഭാവം നന്നാക്കുക. രണ്ടാമതൊരു ചോദ്യം വന്നു, ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന 2 കാര്യങ്ങൾ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ അജ്വഫാനി, ശരീരത്തിലെ എല്ലില്ലാത്ത ഉള്ളുപൊള്ളയായ 2 അവയവങ്ങളാണ്. ഉള്ളുപൊള്ളയായ എല്ലില്ലാത്ത 2 അവയവങ്ങൾ. ആ 2 അവയവങ്ങളാണ് ആളുകളെ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് എത്തിക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഫമു വൽ ഫർജു, ഒന്നാമത്തേത് വായ, നാവ്, നാവും
രണ്ടാമത്തേത് വൽ ഫർജു, ഗുഹ്യസ്ഥാനവും. ഇത് രണ്ടും ഒരാൾ സൂക്ഷിച്ചാൽ അവൻ്റെ ഗുഹ്യസ്ഥാനങ്ങളെ കൊണ്ട്, അവൻ്റെ ലൈംഗികാവയവങ്ങളെ കൊണ്ട് ഒരു ഹറാമും ചെയ്യില്ല എന്ന ഒരു പ്രതിജ്ഞ എടുത്താൽ, അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ, അവൻ്റെ നാവ് കൊണ്ട് ഗീബത്ത് പറയില്ല, നമീമത്ത് പറയില്ല, പരദൂഷണം പറയില്ല, മറ്റൊരാളെ ദ്രോഹിക്കില്ല, ഈ ഒരു 2 പ്രതിജ്ഞകൾ ഒരു മുഅ്മിനിനുണ്ടായാൽ, ഇങ്ങനെ ഉണ്ടായാൽ അവൻ രക്ഷപ്പെട്ടു പോയി. നബിതങ്ങൾ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിലേക്ക് എത്തിക്കുന്നത് മനുഷ്യൻ്റെ ഈ 2 അവയവങ്ങളാണ്, ഫമും അതേപോലെ തന്നെ ഫറജുമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ സൂക്ഷ്മത പുലർത്തേണ്ടത് എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നതാണ്. സാന്ദർഭികമായി നാം ഓർമ്മപ്പെടുത്തേണ്ടത്, അഴിമതികളുടെ ഒരുപാട് സംഭവങ്ങൾ ദിവസേന പുറത്തു വരുമ്പോൾ ഇസ്ലാമിൻ്റെ 1ാമത്തെ ഖലീഫയായ മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരൊറ്റ സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഒരിക്കൽ ഒരു ആള് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്, അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ല, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ ഖലീഫയല്ല, പക്ഷേ ഒരു ഭരണാധികാരിയായിരുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് ഒരിക്കൽ ഒരാൾ ഒരു ഹദിയ, ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തു. എന്താണ് ഗിഫ്റ്റ്? തുഫാഹ്, ഒരു ആപ്പിളാണ്. ഒരാപ്പിൾ ഒരാളുടെ കയ്യിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു വിട്ടു. ഫഹദാലഹു റജുലുൻ മിൻ അഹ്ലി ബൈതിഹി തുഫഹ ഫഖാല മാ തിയബ റീഹഹു വഹ്സനഹു. കയ്യിൽ കിട്ടിയ ആപ്പിൾ ഇങ്ങനെ മണത്ത് നോക്കിയിട്ട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത് നല്ലൊരു ആപ്പിൾ, എന്ത് സുഗന്ധം വീശുന്ന ആപ്പിൾ. ആ ഗിഫ്റ്റ് കിട്ടിയത് സന്തോഷത്തോടുകൂടെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വാങ്ങി. എന്നിട്ടിത് കൊണ്ട് കൊടുത്ത ആ ജോലിക്കാരനോട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇർഫഉഹു യാ ഗുലാം ലില്ലദി അതാബിഹി. ആരാണോ ഈ ആപ്പിൾ എനിക്ക് തരാൻ വേണ്ടി നിന്നെ ഏൽപ്പിച്ചത്, അയാൾക്ക് തന്നെ, രാജാവാണ്, ഭരണാധികാരിയാണ്, അയാൾക്ക് തന്നെ ഈ ഗിഫ്റ്റ് നീ തിരികെ കൊടുക്കണം. എന്നിട്ട് പറയണം, വക്രി മൗലാക്കസ്സലാം, നിനക്ക് തന്നുവിട്ട നിൻ്റെ യജമാനൻ, അയാളോട് എൻ്റെ സലാം പറഞ്ഞിട്ട് പറയണം, വഖുല്ലഹു ഇന്ന ഹദിയ്യതക വഖഅത ഇൻദനാ ബിഹൈസു തുഹിബ്ബു. നിങ്ങളെനിക്ക് കൊടുത്തുവിട്ട ഗിഫ്റ്റ് അതെനിക്ക് വല്ലാതെ ബോധിച്ചു. ഉമർ അബ്ദുൽ അസീസ് പറയാം റളിയല്ലാഹു അൻഹു, നിങ്ങളെനിക്ക് തന്നുവിട്ട ആ ഗിഫ്റ്റ് അതെനിക്ക് വല്ലാതെ ബോധിച്ചു പോയി, എനിക്കിഷ്ടപ്പെട്ടു പോയി, എനിക്ക് വല്ലാതെ പിടിച്ചുപോയി. എന്നിട്ട് ഫഖുൽതു, ആ സമയത്ത് ആ രാജാവ് പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, പക്ഷേ ഉമർ അബ്ദുൽ അസീസ് പറഞ്ഞു, തൽക്കാലം ഈ ഗിഫ്റ്റ് എനിക്ക് വേണ്ട, ഇത് തിരിച്ച് അദ്ദേഹത്തിന് തന്നെ കൊടുക്കണം, എനിക്ക് ഇഷ്ടക്കുറവുണ്ടായതുകൊണ്ടൊന്നുമല്ല. പക്ഷേ ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ നേതാവേ, നിങ്ങൾ എന്തിനാണ് ആ ഗിഫ്റ്റ് തിരിച്ചയച്ചത്? മഹാനായ അങ്ങയുടെയും എൻ്റെയും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആളുകളിൽ നിന്ന് വരുന്ന ഹദിയകൾ, ഗിഫ്റ്റുകൾ സ്വീകരിക്കാറുണ്ടായിരുന്നല്ലോ. പിന്നെ എന്തേ ഭരണാധികാരിയായ അങ്ങേക്ക് ഞാൻ കൊടുത്തുവിട്ട ഹദിയ സ്വീകരിക്കാൻ മടി? എന്തുകൊണ്ടങ്ങ് സ്വീകരിച്ചിരുന്നില്ല? ആ സമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ ഹദിയത കാനത് ലഹു ഹദിയ. അന്ന് കാലത്ത് ഒരു രാജാവിനെ സ്നേഹിച്ചു കൊടുത്തിരുന്നത് ഗിഫ്റ്റായിരുന്നു, ഹദിയായിരുന്നു. പക്ഷേ വഹുവ അല്ലൗമ ലനാ റിശ്വ, ഇന്നത് കൈക്കൂലിയായി മാറിയിരുന്നു. എൻ്റെ വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു വിധി പ്രസ്താവനയിൽ എന്തെങ്കിലും ഒരു അനുകൂല വിധി പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിലോ ഒരാപ്പിൾ നീ എനിക്ക് കൊടുത്തു വിട്ടത്, ആ ഒരു തെറ്റിദ്ധാരണ വരാൻ ഇവിടെ സാധ്യതകളേറെയാണ്. കാരണം വിധികളും വിധികർത്താക്കളും വിധി വരുന്ന ന്യായപീഠങ്ങളുമൊക്കെ അതിൻ്റെ ഒരു ആലയമായി മാറിയിട്ടുണ്ട് അഴിമതിയുടെ. അതുകൊണ്ട് അന്നത്തെ വിഷയത്തോട് ഇത് കമ്പയർ ചെയ്യാൻ പാടില്ല ഒരിക്കലും. ഹബീബ് സ്വീകരിച്ചത് അല്ലെങ്കിൽ മുൻകാല ആളുകൾ സ്വീകരിച്ചത്, ആളുകൾ കൊടുത്തത് രാജാക്കന്മാർ സ്നേഹിച്ചിട്ടാണെങ്കിൽ ഇന്ന് സ്വഭാവം മാറി, ഇന്നത് കൈക്കൂലിയായി മാറിയിരിക്കുന്നു.
അതുകൊണ്ട് തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തൽക്കാലം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആ ആപ്പിൾ അത് തന്നയാൾക്കു തന്നെ തിരിച്ചയക്കുകയുണ്ടായി. ഇതാണ് തഖ്വയിൽ അധിഷ്ഠിതമായ മഹാന്മാരുടെ ജീവിതം നമുക്ക് നൽകുന്ന പാഠങ്ങൾ. നമ്മുടെ എല്ലാ മേഖലകളിലും നമുക്ക് തഖ്വയുണ്ടാവണം. എല്ലാ മേഖലകളിലും നമ്മൾ തഖ്വയുള്ളവരായി മാറണം. എങ്കിൽ യജ്അൽ ലഹു മഖ്റജ, നമ്മുടെ പ്രതിസന്ധികളിലൊക്കെ അള്ളാഹു കൂടെയുണ്ടാവും. ഈ നോമ്പ് ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരാവാൻ വേണ്ടിയിട്ടാണെന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിലേക്ക് നമ്മുടെ നോമ്പ് എത്തുകയും ചെയ്യും. അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ബലാകളിൽ നിന്നും ആഫാത്തുകളിൽ നിന്നും അള്ളാഹു നമ്മൾക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാൻ നമുക്കൊക്കെ അള്ളാഹു അനുകൂലമാക്കി തരുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.